മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പ്രയാസങ്ങളും കാര്യങ്ങളെല്ലാം പറയാൻ ഞങ്ങൾ കാത്ത് മണിക്കൂറോളം ഞങ്ങൾ ഈ അസംബ്ലിയുടെ വാതിൽക്കൽ നിന്ന് ആ ഇടയ്ക്ക് ഇങ്ങോട്ട് കയറിയേച്ച് മുഖ്യമന്ത്രി തിരിച്ചിറങ്ങി സെന്റ് തോമസിൽ പോയിട്ട് തിരികെ നേരെ പോകുമായിരുന്നു. ഇതൊട്ടും ശരിയായ ഒരു കാര്യമല്ല മന്ത്രി കാണിച്ചത്. എല്ലാവരുടെയും വോട്ട് തന്ന് വിജയിപ്പിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ജോലിയാണ് ചെയ്യുന്നെങ്കിൽ വളരെയേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഞങ്ങൾ വന്ന് കാണണം, ഞങ്ങളുടെ പരാതികൾ കേൾക്കണം, അത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഞങ്ങൾ അത്രയും പേര് ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് മുഖ്യമന്ത്രി വരുന്നത് നോക്കി ഞങ്ങൾ നിൽക്കുക. ഞങ്ങളുടെ ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ പറയാം. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ ഇവിടെ വന്ന വീടുകളൊക്കെ മുങ്ങിപ്പോയി. അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ കയറി വരാതെ പോയത് ഞങ്ങൾക്ക് ഭയങ്കരമായ വിഷമമുണ്ട്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവനും കൊണ്ട് ഞങ്ങൾ ഓടി ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ വെള്ളം ഇവിടെ വരെ നില പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നെത്തിപ്പെട്ടത്. ഇവരെല്ലാം വോട്ട് ചെയ്യിച്ച് ഈ പ്രാവശ്യം അവിടെ വന്നത് പൊളിക്കാം, ഞങ്ങൾ പൊളിച്ച് MLA പറഞ്ഞത് പൊളിച്ചങ്ങ് മാറ്റാം, അവിടെ ചിറ കെട്ടാന്ന് വരെയും പറഞ്ഞിട്ടാണ്. ഞാൻ അതിന് മറുപടിയും കൊടുത്തു. ദിനമുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നന്നാകണം. അഞ്ചാതെ പിഞ്ചാതെ പലതായും പിളരാതെ ഒരു വാലിൻ കീഴേ നന്നാവണം. കേരളം ഇന്നൊരു ദുരന്ത മുഖത്താണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നേരിടുന്ന ആദ്യ പ്രതിസന്ധി. എവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എവിടെയാണ്? അദ്ദേഹം തിരക്കിലാണ്, മലപ്പുറത്ത് പോകണം. നിങ്ങൾ വിചാരിക്കും പൊന്നാനി തീരത്ത് കടൽ കരിതുള്ളി സർവ്വതും നഷ്ടപ്പെട്ടവരെ കാണാൻ പോയതാണെന്ന്. അല്ല കേട്ടോ. മനുഷ്യർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് സൽക്കാര വിരുന്നിൽ പങ്കെടുക്കുന്ന തിരക്കിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇന്ന് ഈ പകൽ വെള്ളക്കെട്ടിൽ വീണ് ഒരു കുഞ്ഞിന്റെ ഹൃദയം നിലച്ചു. പക്ഷേ മുഖ്യമന്ത്രി തിരക്കിലാണ്. കൊച്ചിയുടെ ഹൃദയത്തിലുള്ള സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്ന തിരക്കിൽ. ഓണത്തിനടുത്ത സ്റ്റോക്ക് മുഴുവൻ വെള്ളം കയറി നശിച്ച 100 കണക്കിന് വ്യാപാരികൾ. മനുഷ്യായുസിന്റെ അധ്വാനം മുഴുവൻ ഒരൊറ്റ പേറ്റിൽ ഒലിച്ചുപോയവർ. മനുഷ്യർ കയ്യിൽ കിട്ടിയതുമെടുത്ത് ക്യാമ്പുകളിലേക്ക് ഓടുമ്പോൾ സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ യാത്ര. മിനിമം നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യർ ഇതെല്ലാം കാണുന്നുണ്ട് എന്നെങ്കിലും ഓർക്കണം. ഒരു വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കണ്ടേ? രക്ഷാമുഖത്ത് കേരളം ഒറ്റക്കെട്ടായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ട മുഖ്യമന്ത്രി എവിടെയാണ്? നാട് പ്രളയത്തിൽ വീണ് കിടക്കുമ്പോൾ വിരുന്നും ഉദ്ഘാടനവും ആകരുത് ഒരു നാടിന്റെ മുഖ്യമന്ത്രിയുടെ പരിഗണന. ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലനറിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാൽ ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. ഇതിനേക്കാൾ വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, നമ്മൾ കുറുകെ കടന്നിട്ടുമുണ്ട്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രതിസന്ധിയിൽ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന വേളയിൽ 18 ദിവസം അദ്ദേഹം ആ ചികിത്സ മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് എല്ലാ ദിവസവും സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി എല്ലാ വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും എല്ലാ ദിവസവും കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പ്രോട്ടോകോൾ പുറത്തിറക്കി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓരോ ദിവസവും പരിഷ്കരിച്ച് കൃത്യമായി ഏകോപിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. മകളെ കരളുതുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, അഴലകലൻ കരളുകൊടുത്തേ വെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരു